ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CSCB ആൻഡ് PSC മാസ്റ്റർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഷാൾ പ്രിസൈഡ് ഓവർ ദ മീറ്റിംഗ് ഓഫ് എ സൊസൈറ്റി കൺവെൻറ്റ് ടു കൺസിഡർ എ നോൺ കോൺഫിഡൻസ് മോഷൻ അഗൈൻസ്റ്റ് ദ പ്രസിഡന്റ്? ഇത്തരത്തിലൊരു മീറ്റിംഗ് നടക്കുമ്പോൾ അതിൻ്റെ അധ്യക്ഷൻ ആരായിരിക്കും? അതിൻ്റെ കറക്റ്റ് ആൻസർ, ആൻ ഓഫീസർ ഓതറൈസ്ഡ് ബൈ ദ രജിസ്ട്രാർ. അതായത് പ്രസിഡന്റിനെതിരായിട്ടുള്ള നോൺ കോൺഫിഡൻസ് മോഷൻ വേണ്ടിയുള്ള മീറ്റിങ്ങിൻ്റെ അധ്യക്ഷൻ ആരായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ കറക്റ്റ് ആൻസറാണ് ഓപ്ഷൻ സി, ആൻ ഓഫീസർ ഓതറൈസ്ഡ് ബൈ ദ രജിസ്ട്രാർ. രജിസ്ട്രാർ ഓതറൈസ് ചെയ്തിരിക്കുന്ന ഓഫീസർ ആയിരിക്കും അതിൻ്റെ അധ്യക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ എനി ആക്ട് ഓർ റൂൾസ്, നോ അതോറിറ്റി ഓർ കമ്മീഷൻ അതർ ദാൻ ദി രജിസ്ട്രാർ ഓർ ഡാഷ് ഷാൾ ഹാവ് ദ പവർ ടു റൈറ്റ് ഓഫ് ദ അഗ്രികൾച്ചർ ഓർ നോൺ അഗ്രികൾച്ചർ ഡെറ്റ്സ് ഓഫ് ബോറോവേഴ്സ് ഓഫ് എനി സൊസൈറ്റി. അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഗവൺമെൻറ്. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ എനി ആക്ട് ഓർ റൂൾസ്, നോ അതോറിറ്റി ഓർ കമ്മീഷൻ അതർ ദാൻ ദ രജിസ്ട്രാർ ഓർ ഗവൺമെൻറ് ഷാൾ ഹാവ് ദ പവർ ടു റൈറ്റ് ഓഫ് ദി അഗ്രികൾച്ചർ ഓർ നോൺ അഗ്രികൾച്ചർ ഡെറ്റ്സ് ഓഫ് ബോറോവേഴ്സ് ഓഫ് എനി സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ ബോറോവേഴ്സിൻ്റെ അഗ്രികൾച്ചർ അല്ലെങ്കിൽ നോൺ അഗ്രികൾച്ചർ ഡെറ്റ്സ് റൈറ്റ് ഓഫ് ചെയ്യാനുള്ള അധികാരം രജിസ്ട്രാർക്കും അതുപോലെ ഗവൺമെൻറ്റിന് മാത്രമാണ് എന്നുള്ള കാര്യം ആണ് കേസസ് ആക്ടിൽ പറഞ്ഞിരിക്കുക. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആയിട്ട് വരും, ഗവൺമെൻറ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ കാറ്റഗറി ഓഫ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ്? പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ കാറ്റഗറിയിൽ വരാത്ത കോഓപ്പറേറ്റീവ് സൊസൈറ്റി താഴെ പറയുന്നതിൽ ഏതാണ്? അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെൻറ്റ് സൊസൈറ്റി ആണ് കറക്റ്റ് ആൻസർ. അത് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ കാറ്റഗറി വരുന്നതല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം 1st April 1999 വാലുവേഷൻ ഓഫ് സ്റ്റോക്ക് ഈസ് ആസ് പെർ ഡാഷ്. 1999 ഏപ്രിൽ 1 തീയതി മുതൽ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് ഏത് സ്റ്റാൻഡേർഡ് പ്രകാരമാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 പ്രകാരമാണ് 1st April 1999 മുതൽ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആക്സിഡൻ്റൽ ലോസ് ഓഫ് സ്റ്റോക്ക് മേ ബി ഷോൺ ഇൻ ഡാഷ്. ആക്സിഡൻ്റൽ ലോസ് ഓഫ് സ്റ്റോക്ക് മേ ബി ഷോൺ ഇൻ ഡാഷ്. അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് ആക്സിഡൻറ്റ് വഴി നഷ്ടപ്പെട്ട സ്റ്റോക്കിൻ്റെ കാര്യങ്ങൾ കാണിക്കുക. ആക്സിഡൻ്റൽ ലോസ് ഓഫ് സ്റ്റോക്ക് മേ ബി ഷോൺ ഇൻ ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫെഡറൽ സൊസൈറ്റി? താഴെ പറയുന്നതിൽ ഫെഡറൽ സൊസൈറ്റിക്ക് എക്സാമ്പിൾ ഏത് സൊസൈറ്റിയാണ്? അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, റെയ്ഡ്കോ. റെയ്ഡ്കോ ഈസ് എ ഫെഡറൽ സൊസൈറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അണ്ടർ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റഡ് ഓൺ ഡാഷ് വാല്യൂ. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏത് വാല്യൂവിന്മേലാണ്? അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ബുക്ക് വാല്യൂ. ബുക്ക് വാല്യൂവിന്മേലാണ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യം അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യസ് ഫസ്റ്റ് സോയിൽ മ്യൂസിയം ഈസ് ഇൻ ഡാഷ്. ഇന്ത്യയിലെ ആദ്യത്തെ സോയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യസ് ഫസ്റ്റ് സോയിൽ മ്യൂസിയം. അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സോയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോമൺ എക്സാമ്പിൾ ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ്? താഴെ പറയുന്നതിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന് എക്സാമ്പിൾ അല്ലാത്തത് ഏതാണ്? കോമൺ ആയിട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആയിട്ട് പറയാത്ത ഐറ്റം. അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ട്രാവലേഴ്സ് ചെക്ക്. ട്രാവലേഴ്സ് ചെക്ക് സാധാരണയായിട്ടൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ കോമൺ എക്സാമ്പിൾ ആയിട്ട് പറയാറില്ല. ബാക്കിയൊക്കെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കൗണ്ട്സ് ഓഫ് റവന്യൂ ആൻഡ് എക്സ്പെൻസ് ആർ ഓൾസോ കോൾഡ് ഡാഷ് അക്കൗണ്ട്സ്. അക്കൗണ്ട്സ് ഓഫ് റവന്യൂ ആൻഡ് എക്സ്പെൻസ് ആർ ഓൾസോ കോൾഡ് ഡാഷ് അക്കൗണ്ട്സ്.
ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ടെമ്പററി അക്കൗണ്ട്. അക്കൗണ്ട്സ് ഓഫ് റവന്യൂ അതുപോലെ എക്സ്പെൻസ് അതിനെയൊക്കെ ടെമ്പററി അക്കൗണ്ട്സ് എന്നും വിളിക്കാം. ഓക്കെ, അക്കൗണ്ട്സ് ഓഫ് റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ആർ ഓൾസോ കോൾഡ് ടെമ്പററി അക്കൗണ്ട്സ്. അപ്പോൾ പ്രധാനപ്പെട്ട 10 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.